നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന്റെ 7-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് അലിയൻസ് അറീനയിൽ ബ്രേസ് നേടുക വിനി ജൂനിയർ അതാണ് ഇന്നലെ ചെയ്തത്. ഇതിനു മുമ്പ് അതുപോലെ ചെയ്ത ഒരാളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതെ, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 2016-17 യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം അന്ന് 1-2 റയൽ മാഡ്രിഡ് വിജയിക്കുമ്പോൾ ഇരട്ട ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വക. ആ ക്രിസ്ത്യാനോയെ ഐഡോളായി കാണുന്നയാളാണ് വിനി ജൂനിയർ. അദ്ദേഹത്തിന്റെ വക ഇരട്ട ഗോളുകളിൽ ഇന്നലെ പിറന്നപ്പോ 2-2 സമനില പിടിച്ചിരിക്കുന്നു ആദ്യ പാദത്തിൽ റയൽ മാഡ്രിഡ്. ബാക്കി അങ്ങ് സ്വന്തം മൈതാനത്ത് സാന്റിയാഗോ ബെർണാബുവിലാണ്. അവിടെ വിജയിച്ചു കയറാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കാർലോ ആഞ്ചലോട്ടിയും സംഘവും. ഇനി വിനിയുടെ കാര്യം ഒന്ന് നോക്കുക. അദ്ദേഹം വമ്പൻ മത്സരങ്ങളിൽ പൊളിച്ചെടുക്കുന്നത് തുടരുകയാണ്. പ്രത്യേകിച്ച് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജ് മത്സരങ്ങളുടെ കണക്കൊക്കെ എടുക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ വിനിയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നോക്കുക, 3rd സ്ട്രൈറ്റ് സീസണിലാണ് 20 ഗോളുകൾ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് വിനി ജൂനിയർ നേടിയിരിക്കുന്നത്. അതോടൊപ്പം 3rd സ്ട്രൈറ്റ് സീസൺ സ്കോറിംഗ് ഇൻ UCL സെമി ഫൈനൽസ്. തുടർച്ചയായിട്ടുള്ള 3ാമത്തെ സീസണിൽ UCL സെമി ഫൈനലിൽ ഗോൾ അടിക്കുന്നു എന്ന നേട്ടം കൂടി വിനി ജൂനിയർ സ്വന്തമാക്കിയാണ്. കഴിഞ്ഞില്ല, വിനി ജൂനിയർ ഹാസ് സ്കോർഡ് ഇൻ ദി ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽസ് 3 കൺസിക്യൂട്ടീവ് സീസൺസ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ബിഗ് മത്സരങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം, UCL-ലെ 3rd കരിയർ ബ്രേസ് ആണ് നോക്കൌട്ട് സ്റ്റേജസിൽ മാത്രമായിട്ട് അദ്ദേഹം ഇപ്പൊ നേടിയിരിക്കുന്നത്. 2021 ഏപ്രിൽ 6 ലിവർപൂളിനെതിരെ അദ്ദേഹം ബ്രേസ് നേടിയിരുന്നു. 2023 ഫെബ്രുവരി 21 ലിവർപൂളിനെതിരെ ബ്രേസ്. ഇപ്പൊ 2024 ഏപ്രിൽ 30 ബയണിനെതിരെ ബ്രേസ്. ചുരുക്കത്തില് നോക്കൌട്ട് സ്റ്റേജ്, യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ വിനി മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നർത്ഥം. ഒന്നുകൂടി കൃത്യമായിട്ടൊന്ന് നോക്കുക. വിനീഷ്യസ് ജൂനിയർ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് ടൈകളിൽ ഇതുവരെ കളിച്ചതിൽ ഒറ്റ കളിയിൽ മാത്രമാണ് ഗോളോ അസിസ്റ്റോ ഇല്ലാതെ മടങ്ങി കയറിയിട്ടുള്ളത്. അത് ചെൽസിക്കെതിരെ 2020-21 സീസണിൽ നടന്ന മത്സരത്തിലാണ്. ബാക്കി കളികൾ നോക്കുക. അയാക്സിനെതിരെ അദ്ദേഹത്തിന്റെ അസിസ്റ്റ് ഉണ്ടായിരുന്നു, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ അസിസ്റ്റ് ഉണ്ടായിരുന്നു, അറ്റ്ലാന്റയ്ക്കെതിരെ അസിസ്റ്റ് ഉണ്ടായിരുന്നു, ലിവർപൂളിനെതിരെ ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു, PSG-ക്കെതിരെ അസിസ്റ്റ്, ചെൽസിക്കെതിരെ ഇരട്ട അസിസ്റ്റ്, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഗോള്, ലിവർപൂളിനെതിരെ ബ്രേസും അസിസ്റ്റും, ചെൽസിക്കെതിരെ ഹാട്രിക് അസിസ്റ്റ്, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഗോള്, ലീപ്സിഗിനെതിരെ ഗോള്, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഇരട്ട അസിസ്റ്റ്, ബയണിനെതിരെ ഇരട്ട ഗോളുകൾ. ചുരുക്കത്തിൽ അദ്ദേഹം കളിച്ച നോക്കൌട്ട് സ്റ്റേജ് മത്സരങ്ങളിലൊക്കെ ഒന്നൊഴികെ മറ്റെല്ലാറ്റിലും അദ്ദേഹത്തിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് സ്പെഷ്യലിസ്റ്റ് ആണ് വിനി ജൂനിയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ചാമ്പ്യൻസ് ലീഗിലെ വിനീഷ്യസ് ജൂനിയർ കഴിഞ്ഞ 3 സീസണുകളിലായിട്ട് 15 അസിസ്റ്റുകളും 16 ഗോളുകളുമാണ് നേടിയിട്ടുള്ളത്. വല്ലാത്തൊരു പ്രകടനമാണ് അദ്ദേഹം തുടരുന്നത് എന്നർത്ഥം. ഇനി ഈ സീസണിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മൊത്തത്തിലുള്ള കണക്കൊന്ന് എടുത്തു നോക്കിയാൽ 34 കളികളിൽ നിന്ന് 21 ഗോളുകളും 11 അസിസ്റ്റും. അതായത് 34 കളികളിൽ നിന്നും മാത്രമായിട്ട് അദ്ദേഹം 32 ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടിക്കഴിഞ്ഞു എന്നർത്ഥം. വിനി മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ 3 സീസണുകളിൽ അദ്ദേഹത്തിന്റെ കണക്ക് നോക്കിയാൽ മതി. 2021-22 അദ്ദേഹം 52 ഗെയിമുകൾ കളിച്ചിട്ട് 42 ഗോൾ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2023-24 സീസണിൽ ഇപ്പൊ നമ്മൾ കണ്ടു 32 ഗോൾ ഒരു അസിസ്റ്റ്, അതായത് ഗോൾ കോൺട്രിബ്യൂഷൻസ് 34 ഗെയിമുകളിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ 2022-23 സീസൺ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 44 ഗോൾ കോൺട്രിബ്യൂഷൻസ് 55 മത്സരങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം വിനി ജൂനിയർ ഈസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. വിനി ഒരു ബിഗ് മാച്ച് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.